ഹരി ഓം നാരായണ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ശ്രീ മഹാഭാഗവതം അഷ്ടമസ്കന്ധം. ശ്രീ മഹാവിഷ്ണു ശ്രീ മഹാദേവന് മോഹിനീരൂപം കാട്ടിക്കൊടുക്കുന്നു. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം നമോ ഭഗവതേ വാസുദേവായ. അക്കാലം നാരായണനംഗനാവേശം ധരിച്ചുൾക്കാമ്പിലസുരകളൊക്കെ മോഹിക്കും വണ്ണം ചിക്കനെ ചമഞ്ഞു ചെന്നമൃതം വീണ്ടുകൊണ്ട മൈക്കണ്ണി മണി തന്നെ കാൺമാനായപേക്ഷിച്ചാൻ. മുക്കണ്ണൻ അതു കാൺമാനാഗ്രഹിക്കേണ്ട ഭവാനിക്കാലമെനിക്കതു കാണണമെന്നാനീശൻ. എങ്കിൽ ഞാൻ കാട്ടിയിടുവനെന്നരുൾ ചെയ്തു നാഥൻ. പങ്കജനാഭൻ മറഞ്ഞിടിനോരനന്തരം ശങ്കരൻ ഗിരിജയാഭൂത സഞ്ജയത്തോടും പങ്കജനേത്രൻ തന്നെ സ്തുതിച്ചു നിൽക്കും നേരം ചിത്തമോഹനകരാനന്ദമായി വിളങ്ങിനോരുദ്യാന മധ്യത്തിങ്കലുത്തമ ദിവ്യസ്ഥലെ മത്തവാരണപ്രിയഗാമിനി മന്ദം മന്ദം മുഗ്ധഹാസവും പൂണ്ടു മുഗ്ധയായി തോന്നിയിടിനാൾ. സർവാവയവാംഗസുന്ദരിയാം സ്ത്രീരത്നത്തെ സർവഭൂഷണ പരിഭൂഷിതയായി ചെമ്മേ പൂഞ്ചായലഴിഞ്ഞു പൂനിരകൾ ചോര കാഞ്ചനകുംഭം തൊഴും കൊങ്കകൾ കുലുങ്ങത്തൻ പൂഞ്ചേല കാഞ്ച തുടർന്നീടിന തുടയിണ ചാഞ്ചല്യകരമിട ചേർന്നതിമിളൽ പ്രഭ ചാഞ്ചാടിക്കൊടി നടൂലയപ്പന്താടുമ്പോൾ തെഞ്ചൊല്ലാൾ തന്നെ കണ്ടുണ്ടായ സംഭ്രമത്താലെ വാഞ്ചയാ തുടർന്നുടൻ പിന്നാലെ കൂടച്ചെന്നു താഞ്ചാരെ നിന്നാനീശനന്നേരം പവനനാൽ. ആഹൃതാംബരയായി കണ്ടനംഗ വിവശനായാഹന്ത ബലാൽ വന്നോരിന്ദ്രിയസ്ഖലനത്താൽ ഭൂമിയിൽ ദ്രവിച്ചങ്ങു നിരന്നുള്ളേടം തന്നെ ഹേമവും രജതവും വിളയും കഴനി പോൽ. പിന്നെയും പരിഭ്രമത്തോടു ശങ്കരൻ ചെന്നു തന്നംഗി തന്നെ പുണർന്നിടിനാൻ പരവശാൽ. സ്വസ്ഥനായാശ്വസ്തനായിടിനാൻ മഹാദേവൻ. പുത്രനെ കൊടുത്തെഴുന്നള്ളിനാൻ മുകുന്ദനും പുത്രന്മാരോടും ഭൂതസഞ്ജയത്തോടും ഗിരീന്ദ്രോത്തമാത്മജയോടും കൂട്ടവേ ഗിരീശനും ബദ്ധമോദേന മുതിർന്നദ്രിമന്ദിരം പ്രാപിച്ചിത്രിലോകേശൻ പരമാനന്ദിച്ചരുളിനാൻ. സത്യലോകത്തെ പ്രാപിച്ചിടിനാൻ വിരിഞ്ചനും നിത്യവും തെളിഞ്ഞു വാണിടിനാരമരരും. പത്മിനിയോടും ധരാദേവി തന്നോടും ചേർന്നു പത്മനാഭനും വൈകുണ്ഠാലയെ ഭണീന്ദ്രനാം മെത്തമേലഖില ലോകങ്ങളും സൃഷ്ടിച്ചു കാത്തതര്യമഴിച്ചു കൊണ്ടങ്ങനെ നിജമായ ചിത്തവുമനുസരിച്ചാനന്ദിപ്പിച്ചു യോഗനിദ്രയും തുടങ്ങിനാനൊക്കെയും താനായവൻ. താനിതൊക്കെയും തന്നാലോരോരോ ഭേദങ്ങളാൽ സാനന്ദം കളിക്കുന്നോനെന്നറിഞ്ഞാലും സഖേ കീഴിലീവണ്ണം മന്വന്തരങ്ങളാറും കഴിഞ്ഞേഴാമതിപ്പോൾ വൈവസ്വതനാം മനുവല്ലോ. വിവസ്വൽപുത്രൻ വൈവസ്വതനാം മനുവതി പ്രവൃദ്ധ പരാക്രമൻ തനിക്കു തനയന്മാർ
ഇക്ഷ്വാകുനഭകനും ശര്യാതിദിഷ്ടൻ ധൃഷ്ടൻ ദക്ഷനാം നരിക്ഷ്യന്തൻ നാഭാഗൻ പൃഷധ്രനും കവിയാം കരൂഷനും വസുമാനേവം സുതരവനു വസുക്കൾ രുദ്രന്മാരുമാദിത്യന്മാർ വിശ്വദേവകൾ മരുത്തുകളും ഋപുക്കളും അശ്വിനീ ദേവകളുമെന്നിവരമരകൾ ഇന്ദ്രനായതു പുരന്ദരനും ധരണീന്ദ്ര കശ്യപൻ പുനരത്രി വസിഷ്ഠൻ വിശ്വാമിത്രൻ ഗൗതമൻ ജമദഗ്നി ഭരദ്വാജനുമിവർ ചേതസാ ധരിക്ക സപ്തർഷികളാകുന്നതും അവിടെ ഭഗവാൻ കശ്യപനു തനയനായ അതിഥി തന്നിൽ നിന്നങ്ങവതാരത്തെ ചെയ്താൻ. വിഷ്ണുവെന്നൊരു നാമത്തോടുടൻ ത്രൈലോക്യത്തെ ജിഷ്ണുവിനായി കൊണ്ടഴകോടു താൻ സാധിപ്പിപ്പാൻ ഇങ്ങനെ കഴിഞ്ഞേഴു മനുവിൻ കാലം മുഹുരിങ്ങുകൾ എട്ടാമതും വിവത്സൽ പുത്രനല്ലോ. സാവർണി നിർമോകനും വിരജസ്തനും മുതലാവതു പുത്രരിന്ദ്രൻ താനല്ലോ മഹാബലി. സതതം സുധാപ്രഭന്മാർ വിരജന്മാരഥ സുതപസ്സുകളും ദേവകളായതും നിത്യം ഗാലവൻ ദീപ്തിമാനും പരശുരാമൻ താനും മേലേതങ് അശ്വത്ഥാമ കൃപരും ഋഷ്യശൃംഗൻ ശ്രീവേദവ്യാസനിവർ സപ്തമാമുനികൾ പോൽ കേവലം ദേവഗുഹ്യൻ തന്നുട സരസ്വതീ ദേവിയാം പ്രിയ ഇങ്കലന്നു ശ്രീ ഗോവിന്ദൻ താൻ സാർവഭൗമാഖ്യയോടു വന്നവതരിച്ചുടൻ ത്രൈലോക്യം പുരന്ദരൻ തങ്കൽ നിന്നുടൻ മഹാബലിക്കു പരിചോടു വാങ്ങിത്താനാക്കിയിടുന്നു. കേവലം പിന്നെ വരുണാത്മജനാകും ദക്ഷസാവർണിമനു ഭൂതകേതുവും പിന്നെ ദീപ്തകേതുവും അവൻ പുത്രരാകുന്നു. മരീചി ഗർഭാദികൾ ദേവകളാകുന്ന തദ്ഭുതനിന്ദ്രൻ ദ്യുതിമൽ പ്രമുഖന്മാരാമവർ സപ്തർഷികൾ സതതമന്നു നാഥനായുഷ്മാനാക്കുന്നവൻ പ്രിയയായി മേവുമമ്പുധാരയിൽ ഋഷഭനേൻ ഉയർവമ്പുകൾ തേടുമവതാരത്തെ ചെയ്തു ഭുവനത്രയമമ്പോടദ്ഭുതൻ തനിക്കാക്കി വിവശഭാവം തീർത്തു സപതി രക്ഷിക്കുന്നു. പത്താമതല്ലോ പിന്നെ ബ്രഹ്മസാവർണിമനുപുത്രന്മാരതുകാലം ഭൂരിഷേണാദികളും സൂത്രവിദ്യന്മാർ മുതലായവരമരകളാസ്ഥയാ കേട്ടാലും ദേവേന്ദ്രനായതു ശംഭു ഹവിഷ്മാൻ തുടങ്ങിയവർ ഉള്ളവർകൾ സപ്തർഷികൾ അവശ്യം വിശ്വസൃക്കിൻ ഗൃഹത്തിൽ വിഷൂച്ചിയിൽ ജഗൽപാലകനവതരിക്കും മൂർത്തിയായി ജഗൽപാലനത്തിങ്കൽ പ്രസിദ്ധ കീർത്തിയാമോദാൽ. 11 ധർമ്മസാവർണിമനുവതു കാലത്തു സത്യധർമാദിസുതന്മാരും വിഹംഗ നിർവാണ സൗരിജികൾ മുതലായുള്ളവർകളമരകൾ വൈധൃതൻ അമരേന്ദ്രൻ അരുണാദികളായുള്ളവർ പോൽ സപ്തർഷികളരിയ പരമാത്മാ ഭഗവാൻ നാരായണൻ ആര്യകഥനയനായി വന്നവതരിച്ചുടൻ കാര്യകാരണൻ ധർമ്മസേതുവാം നാമത്തോടെ വൈധൃതനായിക്കൊണ്ടു താനഹന്ത ജഗത്രയം വൈദഗ്ധ്യപരാക്രമത്തോടെ സാധിപ്പിക്കുവോൻ. രുദ്രസാവർണിമനുവായതും പിന്നേവൻ തൻ പുത്രന്മാർ ദേവവാനുമുപദേവാദികളും തത്രൈവ ഹരിതാദി സജ്ജനമമരകൾ സത്യധാമാവാമിന്ദ്രനഗ്നീന്ദ്രാദികളവർ സപ്തർഷിവർഗമന്നു ഭഗവാൻ നാരായണൻ സത്യസഹസ്സിനന്നു സുനൃതാഖ്യയിൽ തന്നെ പുത്രനായി സ്വധാമാനാമത്തോടെ ജഗത്രയം നിത്യമുത്സവം ചേർത്തു രക്ഷിച്ചുകൊണ്ടിടുന്നു. 13 ദേവസാവർണിമനുസുതന്മാർ ചിത്രസേന വിചിത്രാദികളെല്ലാം സുകർമാക്കളും സൂത്രാമാക്കളും അമരന്മാരകർമ്മജ്ഞാനി ദിവസ്പതി പോലിന്ദ്രൻ താനും നിർമോകൻ തത്വദർശൻ മുതലാം അവരതി നിർമ്മലാത്മാക്കൾ പോൽ സപ്തർഷികളാക്കുന്നതും അന്നഖിലേശൻ ദേവഹോത്രനു ദിവസ്പതി തന്നിൽ നിന്നുപഹർത്താവെന്നഭിധാനത്തോടും വന്നവതരിച്ചുടൻ ത്രൈലോക്യം പാലിക്കുന്നു.
ഇന്ദ്രസാവർണിമനു 14 ഒരു ഗംഭീരന്മാർ ബുദ്ധ്യാദ്യന്മാർ സുതന്മാർ പോൽ വരന്മാർ പവിത്രന്മാർ ചാക്ഷുഷന്മാർ ദേവന്മാർ ശുചിതാനിന്ദ്രനഗ്നിബാഹ്വാദി സപ്തർഷികൾ അജനും സത്രായണ പുത്രനായി വിതാനയിൽ ബൃഹദ്ഭാന്വിതി തിരുനാമമായി അവതരിച്ചവസ്ഥാഭേദക്രിയാ മാർഗത്തെ സ്ഥാപിക്കുന്നു. മനുക്കൾ തന്നെ ക്രമാലിങ്ങനെ ചൊല്ലിയിട്ടിനേൻ എനിക്കാം വണ്ണം ഇവരെന്തിനായിക്കൊണ്ടീ വണ്ണം ജനിച്ചു വർത്തിക്കുന്നോരിവിടെ എന്നല്ലല്ലി മനുസ്തോഷേണ ചൊല്ലാം ഗ്രഹിച്ചിടേണ്ടൂന്നാകിൽ അന്നു യുഗാവസാനത്തിങ്കൽ മറഞ്ഞുളിക്കുന്ന വേദങ്ങൾ വെളിച്ചത്താക്കും ഋഷികുലം നിർമ്മലാപ്നായ പ്രതിപാദകമായിട്ടുള്ള ധർമ്മത്തെ സ്ഥാപിക്കുന്നു മനുക്കളനുവേലം. അന്നതുകൊണ്ടു ചെമ്മേ നന്നായി രസിച്ചുടൻ അന്വഹം നടത്തുന്നു മനുപുത്രന്മാരെല്ലാം. കർമ്മത്തിനുടെ ഹവിർഭാഗത്തെ ഭുജിച്ചുടൻ സമ്മാനിക്കുന്നു ഫലം ദേവകളറിഞ്ഞാലും. ദേവകളോട്ടും കൂടെ യജിക്കപ്പെട്ടു നിന്നു ദേവേന്ദ്രൻ പരിപാലിച്ചിടുന്നു ജഗത്രയം. എല്ലാവർക്കും എല്ലാറ്റിനുമാശ്രയമായിട്ടുള്ളോ നല്ലോ കേളടോ ഭഗവാനുടെ അവതാരം. ഇങ്ങനെയെല്ലാം കേട്ടു തൊഴുതു നൃപശ്രേഷ്ഠനങ്ങു ശ്രീശുകനോടു ചോദിച്ചാനതു നേരം. അങ്ങനെ അതെല്ലാം ഉണ്ടൊന്നു കേൾപ്പതിനിപ്പോൾ ഇങ്ങകതാരിലേറ്റമാഗ്രഹം വളരുന്നു. എന്തിനു മഹാബലി തന്നോടു നാരായണൻ തൻ തിരുവടി മുന്നം മൂവടി പ്രദേശത്തെ ഭൂമിയെ സത്യവ്യാജാലർത്ഥിച്ചു വാങ്ങിക്കൊണ്ടു കാമമുണ്ടെനിക്കതു കേൾക്കാമെന്നിരിക്കിലോ. ശ്രീശുകനതു കേട്ടു ഭൂപതിപ്രവരനോടാശയം തെളിഞ്ഞു കേളന്നരുൾ ചെയ്തിടിനാൻ. വാമനാവതാരം. എങ്കിലിന്ദ്രനാൽ വധിച്ചാശു ശുക്രനാൽ തന്നെ സങ്കടമൊഴിച്ചു ജീവിപ്പിച്ച മഹാബലി ഭാഗവന്മാരെ സേവിച്ചവരാൽ അനുഗ്രഹമാർഗ സാധന പരിസാധ്യനായി പടയോടെ ചെന്നുടൻ ചെറുത്തമരാവതി ചുഴന്നപ്പോൾ നിന്നുകൂടാഞ്ഞു പോരിലൊഴിച്ചു മഹേന്ദ്രനും. മന്ത്രി തന്നോടു ചെന്നു ചിന്തിച്ചു യുദ്ധത്തിങ്കൽ പിന്തിരിഞ്ഞൊഴിച്ചു പോയിടുകയൊഴിഞ്ഞന്യേ ചിന്തിച്ചാലുപായമില്ലെന്നുറച്ചതു നേരം അന്തസ്താപവും പൂണ്ടു ദേവകളോടും കൂടി സ്വർഗവും ഉപേക്ഷിച്ചു ദേവകൾ വാങ്ങുമ്പൊഴുതൊക്കവേ കടന്നിടിനാരസുരകൾ. ത്രൈലോക്യമെല്ലാം ജയിച്ചടക്കി മഹാബലി കൈലാസനിവാസി ഭക്തന്മാരിലത്യുത്തമൻ അശ്വമേധങ്ങളൊരു 100 കൊണ്ടതിശയം വിശ്വനായക പ്രീതി വർദ്ധിപ്പിപ്പതിനായേ വിശ്വാസഭക്ത്യാ ഭൃഗുസത്തമന്മാരാൽ നിയോഗിച്ചരും മാർഗാദ്യജനം തുടർന്നതു കാലം. പ്രത്യക്ഷനായി നിന്നൊരു മാരീചനതിഥിയാൽ എത്രയും അനുകൂല സൽകൃതനായന്നേരം നഷ്ടദേവേന്ദ്രത്വവും ദ്യാത്യാധിപത്യത്തെയും ഇഷ്ടവമുഖേശ്വമംഗലത്വത്തെയും ദൃഷ്ടാ ചോദിച്ചാനതിഥിയോടെന്തിതിന്നെല്ലാം പരിബോധിപ്പിച്ചിതു ഖേദാലൊക്കവേ ജനനിയും. തദ്വൃത്തമെല്ലാം പരിശ്രുത്വാഭി ദുഃഖം തീർത്തു ഉത്തമപ്രിയമനുസരിച്ചാശ്വസിപ്പിച്ചാൻ. ഭർത്താവേ മമ സുതനിന്ദ്രത്വം മുന്നേപ്പോലെ സിദ്ധിപ്പാനുപായമെന്തുള്ളതെന്നവളുടെ നിർബന്ധോക്തികൾ കേട്ടു കശ്യപ പ്രജാപതി നിർബന്ധിച്ചരുളിനാൻ വിഷ്ണുഭക്തിയെ തന്നെ. 12 കൊണ്ടു സാധിക്കാം മഹാവിഷ്ണുമാധവപ്രിയം പയോനാമമാം മഹാവ്രതം. ഫാൽഗുനേ മാസി ശുക്ലപക്ഷതി മുതലായി മാർഗമായി ചെയ്തു കൂട്ടാം പക്ഷാന്തേ മഹാവ്രതം. അതിനാൽ നാരായണൻ താൻ പ്രസാദിച്ചു വേണ്ടുന്നതിനെ തരുമൊരു സന്ദേഹമുണ്ടാകേണ്ട. സർവാത്മാ ജഗന്നാഥൻ തൻ അനുഗ്രഹത്താലേ സർവകാമ്യാർത്ഥങ്ങളെ സർവരും സാധിക്കുന്നു. നിർവഹിച്ചാലും മമ ശാസനവശാത് വ്രതം
പർവചന്ദ്രാനന്തരമ്യാനനേ നീ എന്നെല്ലാം മാർഗമായതിനുട കാലവും ദിനങ്ങളും മാർഗവും അനുഷ്ഠാന ഭേദവും വിധികളും കർത്തൃസാധന പര്യന്താദി തൽക്രമങ്ങളും ഭർത്താവാൽ ഉപദിഷ്ടയായുള്ളോരതിഥിയാൽ കൃത്യമായി അതിനവസാന കാലത്തിങ്കൽ വന്നുത്തമ ശ്ലോകൻ താനും പ്രത്യക്ഷനായാനല്ലോ. മുഗ്ധയാം പ്രജാപതി പത്നിയും ഭഗവാനെ സ്നിഗ്ധചേതസാ കണ്ടു വന്ദിച്ചു വിനീതയായി. ഭക്ത്യാ നിന്നവൾ മുഖപത്മവും കടാക്ഷിച്ചു ഭക്തവത്സലൻ ചിരിച്ചരുളി ചെയ്താനപ്പോൾ. ഭദ്രേ കേൾ, നിനക്കെന്നാൽ എന്തഭിപ്രായം ചൊന്നാൽ അത്രൈവ തരുവൻ ഞാനെന്നു കേട്ടതിഥിയും ചിത്തകാമ്പഴിഞ്ഞതിശ്രദ്ധയാ രോമാഞ്ചഗാത്രത്തോടുമിടർപ്പെട്ടു ചൊല്ലിനാൾ മന്ദം മന്ദം. നിന്തിരുവടിക്കെന്നിൽ കാരുണ്യമുണ്ടെന്നാകിൽ അന്തരാമമാത്മജനായി അവതരിച്ചുടൻ ദാനവന്മാരാൽ അപഹൃതമാം അമരേന്ദ്രസ്ഥാനാദി സകലവുമിന്ദ്രനു കൊടുക്കേണം. മറ്റെനിക്കൊരു വരം വേണ്ടതില്ലിപ്പോളെന്നു ചുറ്റുമുൾക്കലർന്നവൾ നിന്നപേക്ഷിക്കും നേരം. വിശ്വകാര്യവും നിനക്കുൾത്താരിൽ ചേരും വണ്ണം വിശ്വാസഭക്ത്യാ വരുമെന്നനുഗ്രഹിച്ചുടൻ വിശ്വനായകൻ മറഞ്ഞിടിനാനതിതൂർണം. വിശ്വമാനസമുഖി താനുമങ്ങനന്തരം വിശ്വപാലകനെയും ചിത്തത്തിലുറപ്പിച്ചു വിശ്വസിച്ചനുകൂല ഭർത്താരമനുസൃത്യ ശുശ്രൂഷിച്ചനുവർത്തിക്കും കാലം മരീചിജൻ. ഉൾച്ചേരും ധ്യാനസ്വയം ധാമാവും തദ്രേതസാ സുഭ്രുവാമതിഥിതൻ ഗർഭസ്ഥനായപ്പൊഴുതർഭകാകാരേണ തന്നംഗങ്ങൾ മുറ്റിദ്രുതം ജിഷ്ണു സോദരനായി വന്നിങ്ങവതാരം ചെയ്വാൻ. വിഷ്ണു വിശ്വാത്മാവുടനാരംഭിച്ചതു കാലം ബ്രഹ്മാവും രുദ്രന്മാരും നാരദ സനകാദി ബ്രഹ്മജ്ഞന്മാരും ദേവവൃന്ദവും ഋഷികളും ബ്രഹ്മശങ്കര വിധിസന്മയപദം പരബ്രഹ്മമവ്യയം കൂപ്പിസ്തുതിച്ചാരതിഭക്ത്യാ. നിർമ്മല നിഗമാന്ത വാക്യവേദാർത്ഥം പരം ചിന്മയം ചിതാനന്ദം രമ്യമംബരസമം സന്മയം സനാതനം സർവദേവതാമയം കൽമഷഹരം പരമന്വഹം വന്ദാമഹേ. നിത്യമദ്വയം നിരാധാരമാനന്ദപ്രദം സത്യസന്മയം സകലാധാരം സദാധാരം സത്താമാത്രകം സത്യസന്ധമാദ്യന്തഹീനം സത്യൈകനിരഞ്ജനമത്യന്തം വന്ദാമഹേ. നിന്തിരുവടിയൊഴിഞ്ഞാരിഹ ജഗത്രയം സന്തതം പരിപാലിച്ചിടുവദേവം നാഥ. കിം ത്വയാ ചിന്താവേഗമിപ്പൊഴുതരാതികൾ അന്ധകാകാരം കൂടയടക്കിയിരിക്കുന്നു. ബന്ധുവത്സല തവ കാരുണ്യമില്ലെന്നാകിൽ അന്ധന്മാരായ ഞങ്ങളെന്തു ചെയ്യുന്നിതയ്യോ. മുന്നമാപ്നായത്തെയും മറച്ചുകൊണ്ടുപോയാൻ അന്ന സുരേന്ദ്രനവൻ തന്നെ കൊന്നതുമീൾവാൻ. മന്നവകരതാരിൽ ചെന്നകപ്പെട്ടു വളർന്നന്യൂനവേഗാൽ പ്രളയാംബുധി ജലത്തോളം ചെന്നുടൻ പ്രഹരിച്ചു നിന്ന ശാഭരാകാരം ഇന്നുപേക്ഷിക്കാൻ എന്തിനെന്നഹോ ചൊല്ലിയിടേണ്ടു. പിന്നെയങ്ങവനിയെ കൊണ്ടുപോയൊളിച്ചുടൻ പന്നകലോകത്തിങ്കൽ നിന്ന സുരേന്ദ്രൻ തന്നെ പന്നിയായി ചെന്നു കീറിക്കൊന്നു തേറ്റമേലേറ്റി വന്ന ഭൂമിയെ സ്ഥാനത്താക്കിയ വിഭോജയ. ദുഗ്ധവാരിധി മഥനാന്തരേ താഴും ഗിരിസത്തമം പൃഷ്ഠേ ധരിച്ചാമയയാതിന്മീതെ സത്തമം പൃഷ്ഠേ ധരിച്ചാമയായതിന്മീതെ പത്രിയായിരുന്നുയർന്നേറാതെ സമം ചെയ്തു നിർത്തി രക്ഷിച്ചുണ്ടായോരമൃതം കവർന്നൊരു ശത്രുക്കളുടെ മുമ്പിൽ മോഹിനീ വേഷം പൂണ്ടു സത്വരം ചെന്നു മോഹിപ്പിച്ചതു കൊണ്ടുപോന്നു. നിർജരേന്ദ്രാദികൾക്കു സത്കരിച്ചഴൽ തീർത്ത
സജ്ജനഹൃദി സ്ഥിത നിത്യനിർമ്മല പ്രഭോ. ഭക്തവത്സലനായ നിങ്കലങ്ങേറും മഹാഭക്തി കണ്ടതു സഹിയാഞ്ഞു മത്സരത്താലെ ശത്രുത മുഴുത്തുപദ്രവിച്ചു പലവിധം പുത്രനങ്ങേലാഞ്ഞുടൻ നിഗ്രഹോപായങ്ങളും മത്വാഭിവാഴും ധനുജേന്ദ്ര ദൃഷ്ടാന്തത്തിങ്കൽ മധ്യേ തൂൺ പിളർന്നവതരിച്ചു സരഭസദുഷ്ടനെ വധിച്ചുടൻ ഭക്തനാം അവനെയും വിഷ്ടഭസ്ഥാനങ്ങളും രക്ഷിച്ച നരഹരെ. നഷ്ടദേവേന്ദ്രത്വം ചേർന്നത്യന്തം തഥൈവ സന്തുഷ്ട്യാഭിപ്രസീദ കാരുണ്യവാരിധേ വിഭോ. നമസ്തേ നാരായണ നമസ്തേ നരകാരേ നമസ്തേ മുരഹര മധുകൈടഭാരാതേ നമസ്തേ ഋഷികേശ നമസ്തേ ഭക്തപ്രിയ നമസ്തേ സമസ്തേശ നമസ്തേ നമോസ്തുതേ. ഇങ്ങനെ വിരിഞ്ച മുഖ്യാദികൾ വാഴ്ത്തും നേരം ചിങ്ങമാസത്തിൽ ശുക്ലപക്ഷദ്വാദശിത്തിഥൗ വന്നൊരുമിച്ച് വിഷ്ണോക്ഷാഭിജിൽ കാലേ ദിനേശോന്നതേ ദിനമധ്യേ പുരുഷോദയേ ശുഭേ. ത്രൈലോക്യ വിജയ സല്ലക്ഷണമുഹൂർത്തകേ ലീലാകൗതുകമന്ദമാരുതഗുണത്രയേ. ദിക്കുകളെല്ലാം തെളിഞ്ഞത്രയും പ്രകാശിച്ചു പുഷ്കര ചക്രത്തിങ്കലർക്കാദിഗ്രഹങ്ങളും വക്രചാരങ്ങൾ പാടന്നിത്യാദി പിഴകൾ തീർന്നൊക്കവേ വേണ്ടും വണ്ണം സുസ്ഥിതി ചെയ്താരല്ലോ. ഭൂമിയും പ്രസാദിച്ചു കോൾമയിർക്കൊള്ളും വണ്ണം പ്രേമമുൾക്കൊണ്ടു വസന്താഭയാ വിളങ്ങിനാൾ. ഭൂദേവാദികളായ സാധുക്കൾ ചിത്തങ്ങളും മോദമോടാനന്ദിച്ചു പാവകൻ വലം നിന്നു. ദേവകളെല്ലാം പരമാനന്ദിച്ചിതുമേന്മേൽ ദേവവാദ്യങ്ങളെല്ലാം ഘോഷിച്ചു താനേ തന്നെ. ദേവപാദപങ്ങളും പൂമലരുതിർത്തതിങ്ങാവോളം മേളിച്ചാരദേവകൾ പലവിധം. അന്നേരം അതിഥിതൻ ഗർഭകനായ നാഥൻ മന്നിലങ്ങവതരിച്ചിടിനാൻ മായാവശാൽ. ഭാവനവേഷത്തോടെ മാധവ ചിഹ്നമെല്ലാം പൂമെയ്യിൽ അലങ്കരിച്ചങ്ങനെ കാണായി വന്നു. കശ്യപൻ താനും പരമാനന്ദാത്മനാ കണ്ടു കശ്യപീവരൻ തന്നെ സ്തുതിച്ചു വന്ദിക്കുമ്പോൾ വിഷ്ണു ചിഹ്നങ്ങളെല്ലാം മറച്ചു ജഗന്നാഥൻ വിഷ്ണു സോദരൻ വടുരൂപിയായി വിളങ്ങിനാൻ. ജാതകർമാദിക്രിയാനീതികൾ ചെയ്തങ്ങുപനീതനായി ചമഞ്ഞങ്ങു നിന്നപ്പോൾ അനുക്ഷണം ദേവതമാരെല്ലാവരും പ്രത്യക്ഷ രൂപേണ വന്ന വിരാനന്ദത്തോടെ നൽകിനാർത്തച്ചിഹ്നങ്ങൾ. ബ്രഹ്മസൂത്രത്തെ ബൃഹസ്പതി മേഖലതാതൻ ബ്രഹ്മചാരിക്കു കൃഷ്ണാജിനമങ്ങവനിയും ദണ്ഡമബ്ജനു മച്ചാദന കൗബീനം ചെമ്മേ ദണ്ഡമെന്നിയേ മാതാവതിഥി. ഛത്രം ദ്യോവും പുണ്ടരീകജൻ കമണ്ഡലുവും സരസ്വതി പുണ്യമാലികാം ഭിക്ഷാമംബികാ ഭഗവതി. പിന്നെയും ഉചിതങ്ങളായതൊക്കെയും മുഹുരന്യൂനാദരം കൊടുത്തിടിനാരുചിതന്മാർ. സമ്മാനമാർഗാൽ പരിപൂർണനായി ചമഞ്ഞതി നിർമ്മലനേവം പരിവർത്തിച്ചാനന്തരം ധർമ്മേണ ഭിക്ഷാടനം ചെയ്ദേവം മഹാബലി നർമ്മദോത്തര തീരത്തിങ്കൽ നിന്നനുദിനം. വാജിമേധങ്ങൾ കൊണ്ടു യജിക്കും പ്രകാരങ്ങൾ വ്യാജചേതസാ ബഹുമാനേന കേൾക്കായപ്പോൾ സാദരമവനെ കണ്ടേതാനുമർത്ഥിക്കുമ്പോൾ മോദേന നൽകുന്നതു കൊള്ളാമെന്നെല്ലാം ചൊല്ലി മായമെന്നിയെ വയസ്യന്മാരെ ബോധിപ്പിച്ചു പോയവൻ മഹാബലി താൻ അനുദിനം ചെയ്യും യാഗശാലയ്ക്കു തുലോമടുത്തു ഭൃഗുകച്ചം ആഗമിച്ചൃത്തിക്കുകൾ ബഹുമാനിക്കും വണ്ണം ചെന്നിരുന്നതു കണ്ടു വന്ദിച്ചു സകലരും വന്നെഴും ബഹുമാനത്തോടിവനാരെന്നതും തങ്ങളിൽ തിരിക്കരുതാഞ്ഞതിലുടൻ ചിലർ അങ്ങു ചെന്നതു മഹാബലിയോടറിയിച്ചാർ.
ബ്രഹ്മചാരിയെ പ്രശംസിച്ചു കേട്ടകതാരിൽ സമ്മോദം വളർന്നതി ഭക്തനാമ സുരേന്ദ്രൻ. ചെമ്മേ താനധ നിജാചാര്യേണ സാകം ചെന്നു സമ്മാനിച്ചർഘ്യപാദ്യാദ്യങ്ങളാൽ പൂജിച്ചുടൻ വന്ദിച്ചു കൂട്ടിക്കൊണ്ടു ചെന്നു തൻ മാന്യസ്ഥാനെ. വന്ധ്യപൂരുഷൻ തന്നെ വസിപ്പിച്ചനന്തരം ചൊല്ലിനാൻ അതിദിവ്യനാകിയ ഭവാനിപ്പോൾ അല്ലലിൽ വലഞ്ഞുഴന്നിടുമൻ ഗൃഹത്തിങ്കൽ. കല്യാണാത്മക കനിഞ്ഞെഴുന്നള്ളിയ മൂലം എല്ലാമെൻ കുലത്തോടെ ശുദ്ധമായി വന്നേനഹം. മൽപിതൃക്കളും പരിതൃപ്തരായി വന്നാരല്ലോ, മൽക്രതുക്കളും പരിപൂർണമായി വന്നിതിപ്പോൾ. നിശ്ചയമെന്നിത്യാദി സൽക്കാരമാനങ്ങളും അർച്ചിച്ചു പറഞ്ഞു നിൽക്കുന്നവൻ കൂടത്തന്നെ ചോദിച്ചാൻ എവിടെ എഴുന്നള്ളത്തിപ്പോൾ ആധിക്യമേറും ഭവാൻ തന്നെ ഞാൻ അറിഞ്ഞീല. താതനാരെന്നും മാതാവാരെന്നും പേരെന്തെന്നും ഏതൊരു അധിവസിപ്പൂ ന്യായമെന്നും കൂടെ മറ്റാരുള്ളതെന്നും പുനരകതാരിലൂടെ എന്തപേക്ഷയെന്നുള്ളതും എന്നോടെല്ലാം നേരെ ചൊൽകെന്നുള്ളതു കേട്ടുടൻ വടുരൂപി സാരനാം മഹാബലിയോടു താൻ ചൊല്ലിയിടിനാൻ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി, നാരായണായേതി സമർപ്പയാമി, നാരായണായേതി സമർപ്പയാമി. ഹരി ഓം നാരായണ.